ഇന്നത്തെ ഏറ്റവും പുതിയ നേര് വാർത്തകളിലേക്കും നേരിന്റെ ഏറ്റവും പുതിയ നേട്ടങ്ങളിലേക്കും കൂടാതെ ഡങ്കി ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്കും എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്ക് സ്വാഗതം. ലാലേട്ടന്റെ നേരിന്റെ ഏറ്റവും പുതിയ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വ്യാഴാഴ്ച ട്രാക്കിംഗ് കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ വലിയൊരു കളക്ഷൻ ഇടിവൊന്നും തന്നെ വെള്ളിയാഴ്ച ട്രാക്കിംഗ് കളക്ഷനിൽ സംഭവിച്ചിട്ടില്ല. വ്യാഴാഴ്ച 38 ലക്ഷമായിരുന്നു ഇന്നലെ ഇതേ സമയം സിനിമ ട്രാക്കിംഗ് കളക്ഷനായിട്ട് നേരിടുത്തതെങ്കിൽ ഇന്നത് 35 ലക്ഷത്തിൽ പരമാണ്. ബുധൻ വ്യാഴം ട്രാക്കിംഗ് കളക്ഷൻ വ്യത്യാസം 10 ലക്ഷം രൂപയായിരുന്നെങ്കിൽ ഇപ്പോഴിതാ വ്യാഴം വെള്ളി ട്രാക്കിംഗ് കളക്ഷൻ വ്യത്യാസം വെറും 3 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ നാളെ കളക്ഷൻ ഉയരാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട്. അതേസമയം നേര് എന്ന സിനിമ ഇന്നും ഏകദേശം 60 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കും. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ 41 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസ് കളക്ഷൻ കടക്കുന്നതാണ് എന്ന് പ്രത്യേകം പ്രേക്ഷകർ അറിയിച്ചു കൊള്ളട്ടെ. വേൾഡ് വൈഡ് കളക്ഷൻ 75 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്നത്തോടെ 76 കോടി രൂപയ്ക്ക് മുകളിലും കളക്ഷൻ എത്തുന്നതാണ്. കാത്തിരിക്കൂ യഥാർത്ഥ കണക്കുകൾ നാളെ അറിയാനായിട്ട്. ലാലേട്ടന്റെ നേര് പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്താൽ കണ്ണൂർ സ്കോഡിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടക്കില്ല എന്നീ രണ്ട് അഭിപ്രായങ്ങളും ആദ്യ ദിവസങ്ങളിലെ നേരിന്റെ കളക്ഷൻ കണ്ടുണ്ടായിരുന്നുവല്ലോ. ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ സിനിമ ബിഗ് ബഡ്ജറ്റ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയെ മറികടക്കാനായിട്ട് പോകുകയാണ് എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. കണ്ണൂർ സ്കോഡിന്റെ ഫൈനൽ കേരള കളക്ഷൻ 41 കോടി 80 ലക്ഷമാണ്. വേൾഡ് വൈഡ് കളക്ഷൻ 82 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇത് രണ്ടും ലാലേട്ടന്റെ നേര് നിസ്സാരം പോലെ ഇപ്പോഴത്തെ മറികടക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നാളെ കണ്ണൂർ സ്കോഡിന്റെ കേരള കളക്ഷൻ തീരും. അടുത്തയാഴ്ച കണ്ണൂർ സ്കോഡിന്റെ വേൾഡ് വൈഡ് കളക്ഷനും തീരുന്നതാണ് എന്ന് പ്രത്യേകം പ്രേക്ഷകർ അറിയിച്ചു കൊള്ളട്ടെ. നേരിന്റെ ഈ കളക്ഷൻ ട്രെൻഡെല്ലാം തന്നെ കണ്ട അടുത്ത ന്യായീകരണവുമായിട്ട് ലാലേട്ടന്റെ വിമർശകർ എത്തിയിരിക്കുന്നത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ടാണ് ഇത്രയധികം കളക്ഷൻ നേടിയെടുത്തത്. ഓഫ് സീസൺ ആണെങ്കിൽ ഒരിക്കലും നേടിയെടുക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ വെറും തോന്നലാണ് എന്നേ നമുക്ക് മറുപടിയായിട്ട് പറയാനായിട്ടുള്ളൂ. ഡങ്കി സലാർ ക്ലാഷ് റിലീസിൽ ഈ ലെവൽ കളക്ഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ഡങ്കിയും സലാറും ഇല്ലായിരുന്നുവെങ്കിൽ ഓവർസീസിൽ വമ്പൻ റിലീസ് ലഭ്യമായിരുന്നെങ്കിൽ ഈ പറഞ്ഞതിനേക്കാൾ കൂടുതൽ കളക്ഷൻ പ്രത്യേകിച്ച് 100 കോടിയിലേക്കെല്ലാം തന്നെ നിസ്സാരമായിട്ട് സിനിമ എത്തിയേനെ. പിന്നെ ഓഫ് സീസന്റെ കാര്യം അത് ഈ വർഷം ഇനിയും ലാലേട്ടന്റെ സിനിമകൾ ഓഫ് സീസണിലടക്കം റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാം എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് അടുത്ത പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കിടക്കുന്നു. ഷാറുഖ് ഖാന്റെ ഡങ്കി എന്ന സിനിമയുടെ പതിവ് പോലുള്ള ഏറ്റവും പുതിയ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ ഇന്നും പുറത്തു വന്നിരിക്കുകയാണ്. 422 കോടി രൂപയ്ക്ക് മുകളിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ എത്തപ്പെട്ടിരിക്കുകയാണ്. രാജകുമാർ ഹിറാനിയുടെ SRK ചിത്രം 422 കോടി 90 ലക്ഷം രൂപയാണ് ഇതുവരെ ലോകമെമ്പാട് നിന്നും നേടിയെടുത്തിരിക്കുന്നത്. 500 കോടി ടച്ച് ചെയ്യുമെന്ന് നിലവിൽ നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കൂ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിവരങ്ങൾ കേട്ട്.